ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. പൊങ്കാല നിവേദിച്ചതിന് പിന്നാലെ ഇപ്പോൾ എല്ലാവരും മനം നിറഞ്ഞ് മടങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി സ്മിത ഹരിദാസ് ഉണ്ട്, മേഘ്ന മുരളിയുണ്ട്, ഒപ്പം സുജിത് സുരേന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം സ്മിത ഹരിദാസിലേക്ക് പോവുകയാണ്. സ്മിത ചേച്ചി, ഗുഡ് ഈവനിങ്. അവിടെ ഭക്തിയുടെയും ആഘോഷത്തിൻ്റെ ഒക്കെ ഒരു വൈബാണെന്നറിയാം. ഇപ്പോൾ എല്ലാവരും മനം നിറഞ്ഞ് മടങ്ങുകയാണ്. അവിടെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്താണ് ചേച്ചി നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്ഷേത്ര പരിസരത്തുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണ് സ്മിത ചേച്ചി? ഗുഡ് ഈവനിങ് ക്രിസ്റ്റിന, ശ്രീനിത, കീർത്തന. മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരെയും. അത് മാത്രമല്ല, നിങ്ങൾ ഒരിക്കൽ ഇവിടെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ ശ്രീനിത പറഞ്ഞതുപോലുള്ളൊരു വൈബ് ഉണ്ടല്ലോ, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. അതുമാത്രമല്ല, നേരത്തെ ക്രിസ്റ്റിന പറഞ്ഞതുകൂടി പറയേണ്ടിയിരിക്കുന്നു, വിമൻസ് ഡേ പോലെ ഇത്രയും ഏറെ സ്ത്രീകൾ ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സ്ഥലം വേറെ എവിടെയുണ്ട്? നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. എത്രയോ പേരാണ്, ലക്ഷക്കണക്കിന് സ്ത്രീകൾ. ഈ കാഴ്ച തന്നെ ഇപ്പോൾ ശ്രീനിത വിചാരിച്ചു കാണും എല്ലാവരും ഭക്തജനങ്ങളൊക്കെ മടങ്ങിക്കഴിഞ്ഞു. ഇല്ല, ഇപ്പോഴും അവർ ദേവിയെ കണ്ട് ഒരിക്കലൊന്ന് ദർശനം നടത്തിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നീണ്ടു പോകുന്ന ആ നിര കണ്ടോ? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും സ്ത്രീകൾ എത്രത്തോളം ക്ഷമിച്ച് ശാന്തരായി ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. പൊങ്കാല സമർപ്പണം എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ദേവിയെ ഒന്നുകൂടി കണ്ട് തിരക്കൊഴിഞ്ഞ് കാണാനുള്ള നിൽപ്പായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ തിരക്കാണെങ്കിൽ തീരുന്നുമില്ല. ഇപ്പോൾ വൈകിട്ടായിട്ടും തിരക്കിന് ഒരു കുറവുമില്ല. ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിക്കുക അല്ലേ, ഈ ചൂടിന്റെ കാഠിന്യമൊക്കെ എങ്ങനെയുണ്ട്? സരിത കൊടുങ്ങൂര്. ഇന്നലെ വന്നു മുഴുവനോടൊക്കെ കറങ്ങിയായിരുന്നു. അപ്പുറത്തായിട്ട് തൊഴാൻ വന്നത്. ചൂടെങ്ങനെയുണ്ട്? വലിയ ചൂടാ. ഓച്ചിറ അമ്മ എണ്ണയൊക്കെ ആയിട്ടാണ്. അമ്മ വെയില് കൊണ്ടിട്ട് കൂടെ ആരാളെ? മോണ്ട്, മരുമോളുണ്ട്. മോൾക്ക് നാണായി. അപ്പൊ നേരെ നിക്ക. ഇപ്പൊ വരും എന്റെ അടുത്ത് ചോദിക്കാൻ. മോളുടെ പേരെന്താ? സാന്ദ്ര. അതെ. എല്ലാ വർഷവും വരുമോ മോള്? അതെ, എല്ലാ വർഷവും വരാം. അമ്മയുടെ ഭക്തി മോൾക്കും കൂടി ആയിരിക്കാം. നല്ല വിശ്വാസമാണ്. ഇവിടെ ദേവിയെ കുറിച്ച് എല്ലാവരും പറയണത്, നമ്മൾ വല്ലാതെ സങ്കടങ്ങളുണ്ടെങ്കിൽ ഈ വല്ലാതെ ഇരുട്ട് നിറഞ്ഞു പോകണു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഒരു പിടുത്തമാണ് വിശ്വാസത്തിന്റെ, അല്ലേ? പോകത്തുള്ളൂ. അതാ പൊങ്കാല കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇവർ പറയുന്നത്. എല്ലാവരും നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ്. അവരുടെ ഒരു ആത്മസമർപ്പണമുണ്ട്, അവരുടെ ഒരു വിശ്വാസമുണ്ട്. അതുതന്നെയാണ് ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിടാനായിട്ട് അവർക്ക് അമ്മ കൂട്ടാണ്. അമ്മയുടെ ഒരു ശക്തി അവർക്കൊപ്പമുണ്ട് എന്നുള്ളൊരു വിശ്വാസം. അത് ഈ വർഷത്തിൽ ഒരിക്കൽ ഇവിടെ വന്ന് ഈ സന്നിധിയിൽ വന്ന് തൊഴുത് മടങ്ങുമ്പോൾ, പൊങ്കാല അർപ്പിച്ച് മടങ്ങുമ്പോൾ അവർ വലിയ സന്തോഷത്തിലാണ്. ഒരുപാട് പേര് ഇവിടെ കണ്ടില്ലേ കാഴ്ചകൾ. അപ്പോൾ ഇതുവരെ ആയിട്ട് ഇത്ര സമയമായിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമയം 3:17 ആയിരിക്കുന്നു. ഇതുവരെ ദർശനം കഴിഞ്ഞിട്ടില്ല. അമ്മ സംസാരിക്കോ? എന്നോട് വിശേഷം പറയോ? ഇല്ല, ആരും മിണ്ടുന്നില്ല. അമ്മ പറയോ? എവിടുന്നാ വരുന്നേ? കോട്ടയം. നിങ്ങൾ ഒരുമിച്ച് കുറെ പേരാണോ? ഉണ്ട്, കുറെ പേരുണ്ട്. എല്ലാ കൊല്ലവും വരാറുണ്ടോ? നമ്മൾ വരാറുണ്ട്, എല്ലാ കൊല്ലവും വരാറുണ്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ നാണം വന്നു. നമ്മളെ വീട് വിടാം. അതെ, ഞങ്ങളെല്ലാം ബന്ധുക്കളാണ്. എല്ലാ വർഷവും അപ്പൊ അങ്ങനെയാണ് കേട്ടോ. പ്രായം ഒന്നും ഒരു വിഷയമല്ല. നല്ല സന്തോഷം. എന്നും വരും, ഞങ്ങൾക്ക് സന്തോഷമാണ്. എല്ലാ വർഷവും ഞങ്ങൾ വരും. ഭക്തി വിശ്വാസം തോന്നുവാണ് ഓരോ പ്രാവശ്യം. പൊങ്കാലയാണ് ഇട്ടേക്കുന്നത്. ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ക്രിസ്റ്റീന. നമ്മളിവിടെ വന്ന് ചോദിച്ച പലരും പറയുന്ന ഒരു കാര്യം, ഒരു വർഷം വന്നു പോയാൽ പിന്നത്തെ വർഷം വരാൻ തോന്നും, പിന്നത്തെ വർഷം വരാൻ തോന്നും. അത് ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം എന്നുള്ളത് മാത്രമല്ല, വളരെ ഹാപ്പിയാണ് ഇവരെല്ലാവരും. കടുത്ത ചൂടിലും ഇവരിങ്ങനെ നല്ല സന്തോഷത്തോടെയാണ്, ക്ഷീണമൊക്കെ മറന്ന്. വെള്ളമൊക്കെ ധാരാളം ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിർജ്ജലീകരണം ഉണ്ടായേക്കാം. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് അവരിങ്ങനെ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന കാഴ്ച. കൂട്ടുകാരികൾ ഒരുപാട് പേര് ഒരുമിച്ച് വരുന്നുണ്ട്. കാസർഗോഡ് നിന്ന് വരെ 2 ദിവസം മുൻപേ 3 ദിവസം മുൻപേ ഒക്കെ ഇവിടെ വന്ന് എല്ലാ ദിവസവും ഈ ഉത്സവത്തിന് വന്ന് പങ്കെടുത്ത്, നാളെ കൂടെയുണ്ട് പൊങ്കാല ഉത്സവം, നാളെ കൂടെയുണ്ട്. ഇന്നിപ്പോൾ പൊങ്കാല സമർപ്പണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീകളുടെ ശബരിമല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് ശരിവെക്കുന്നതാണ് ഓരോ വർഷവും ആറ്റുകാൽ സന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ശരി.
സ്മിത ഹരിദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ സ്മിത ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്തി എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് അവിടുന്ന് അവര് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നു. അതിലാണ് ഈ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ലക്ഷ്യം. അതെല്ലാരും കൂടി അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം കൂടി ആയിരിക്കും.